ഇന്ന് തപസ്കാലം 3-ാം ഞായർ. ഒന്നാം വായന പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് അധ്യായം 3 വാക്യങ്ങൾ 1 മുതൽ 8 വരെയും 13 മുതൽ 15 വരെയും മോശയെ വിളിക്കുന്നു. രണ്ടാം വായന വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന് അധ്യായം 10 വാക്യങ്ങൾ 1 മുതൽ 6 വരെയും 10-12. സുവിശേഷം വിശുദ്ധ ലൂക്കായുടേത് അധ്യായം 13 വാക്യങ്ങൾ 1 മുതൽ 9 വരെ. പശ്ചാത്താപിക്കുന്നില്ലെങ്കിൽ നാശം, ഫലം തരാത്ത വർഷം. ഇപ്പോഴാണ് മാനസാന്തരത്തിനുള്ള സമയം. യേശു ഗലീലിയ പ്രദേശത്തെ ശുശ്രൂഷ കഴിഞ്ഞ് ജെറുസലേമിലേക്ക് യാത്രയാകുന്നു. യാത്രമധ്യേ യേശു ജനക്കൂട്ടത്തോട് പറഞ്ഞ പ്രബോധനങ്ങളുടെ ഭാഗമാണ് ഇന്നത്തെ വചനഭാഗം. യേശുവിന്റെ പ്രഘോഷണത്തിന്റെ പ്രാരംഭം തന്നെ മാനസാന്തരത്തിലേക്കുള്ള ക്ഷണമാണ്. പശ്ചാത്താപിക്കുവിൻ, വിശ്വസിക്കുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നതാണ് ദൈവരാജ്യ അനുഭവത്തിനും രക്ഷയ്ക്കും ഏറ്റവും അത്യാവശ്യം വേണ്ടത്. തപസ്സുകാലം ഹൃദയ പരിവർത്തനത്തിന്റെ കാലഘട്ടമാണ്. തിന്മയിൽ നിന്നും നന്മയിലേക്ക് മനുഷ്യൻ പരിവർത്തനം ചെയ്യണം എന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിന് ചില അടയാളങ്ങൾ ദൈവം നമ്മുടെ മുമ്പിൽ തരുമ്പോൾ അത് തള്ളിക്കളയാതെ അവയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാനാണ് ഇന്നത്തെ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഫലം തരാത്ത അത്യവൃക്ഷത്തെ പോലെ ആവരുത് നമ്മുടെ ആത്മീയ ജീവിതം. ഫലം പ്രകടിപ്പിക്കുവാൻ മാനസാന്തരം മാത്രമാണ് വഴി. പ്രിയപ്പെട്ടവരെ, ഈ തപസ്സുകാലത്തിന്റെ 3-ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന അവസരത്തിൽ മാനസാന്തരത്തിനുള്ള വഴി തുറന്നു തരണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. തപസ്സുകാലം നല്ല ഒരു അവസരമായി കണക്കിലെടുത്തുകൊണ്ട് നോമ്പുകാലം പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും പരിത്യാഗത്തിന്റെയും ദിനങ്ങളാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.